കുട്ടിയെപ്പറ്റി നമുക്ക് നല്ല ധാരണയുണ്ട്. നല്ല നോളജുള്ള കുട്ടിയാണ്. ആദ്യം തന്നെ എല്ലാ IBയിലെ ജോലി കിട്ടണമെങ്കിൽ തന്നെ അത്ര മെൻ്റൽ പവറും ഒക്കെയുള്ള കുട്ടികൾക്കേ കിട്ടത്തുള്ളല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് നമുക്ക് മറ്റു കുട്ടിയെക്കുറിച്ച് ഞങ്ങൾക്ക് അസ്വാഭാവികതയൊന്നുമില്ല. പക്ഷേങ്കിൽ ഇതിൻ്റെ അകത്തിൽ ദുരൂഹതയുണ്ട്. കാരണം ആ ദുരൂഹത അന്വേഷിക്കണം. അത് നമ്മൾ ഇപ്പോൾ IBക്കും പിന്നെ പേട്ട സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. അതായത് അവൾ 7 മണിക്ക് നമ്മളെ വിളിച്ചിരുന്നു. ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ റൂമിലേക്ക് പോകുന്ന വഴിക്കൊന്നും റെയിൽവേ ക്രോസോ ട്രാക്കോ ഇല്ല. പക്ഷേങ്കിൽ അവൾ ആ റൂട്ട് ഉപേക്ഷിച്ചിട്ട് വേറെ റൂട്ടിലേക്ക് പോയി, ട്രാക്കിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അങ്ങനെ സംഭവിക്കണമെങ്കിൽ അതിൻ്റെ ആരെങ്കിലും അവളെ വിളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെന്നോ ഒരു സംശയമാണ് നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ഉള്ളത്. പ്രശ്നം അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, സാധാരണ 7 മണിയാകുമ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് പോവുകയാണ്. കാപ്പി രാവിലെ കഴിക്കാൻ വേണ്ടി ഇവിടുന്ന് പാഴ്സൽ എന്തെങ്കിലും വാങ്ങിയിട്ട് പോകും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം പിന്നെ നമ്മളത് വിട്ടു. പിന്നെ അതിനെ പറ്റിയില്ലല്ലോ. പിന്നെ 10 മണിയായപ്പോഴാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് ഇങ്ങനെ ട്രെയിനിൽ അപകടം സംഭവിച്ചു വന്നു. അപ്പോഴാണ് നമുക്ക് സംശയം വരുന്നത്. കാരണം റൂമിൽ പോകുന്ന വഴിക്ക് ചാക്ക ജംഗ്ഷനിലാണ്. അവിടെ ഇപ്പം റെയിൽവേ ട്രാക്കോ അങ്ങനെയുള്ള ഒന്നുമില്ല. പക്ഷേ ഇത് കുറച്ച് അകലെയുള്ള റെയിൽവേ ട്രാക്കിലൂടെ പോകണമെങ്കിൽ അപ്പോൾ ആ സമയത്ത് ആരെങ്കിലും വിളിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകണം എന്നാണ് സംശയം. ഇല്ല, അവൾ നല്ല, കാരണം അവൾ ഇച്ചിരി കൊച്ചുകുട്ടിയാണ് അവിടുത്തെ. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഉറക്കക്ഷീണമോ ഒക്കെ വരുമ്പോൾ മറ്റുള്ളവർ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞ അവരൊരു ഹൈ ലെവൽ എൻക്വയറിക്ക് ഓർഡർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് അന്വേഷിക്കുക. ഇനി നമ്മളൊരു പരാതി കൊടുക്കണമെന്ന് പറഞ്ഞു. ഇല്ല, പ്രത്യേകിച്ച് നമുക്കൊന്നും പറയും. നമ്മൾ ആദ്യമേ പരാതി ഇത് കഴിഞ്ഞ ചടങ്ങ് കഴിഞ്ഞ ഉടൻ പരാതി കൊടുക്കാനാണ് പറഞ്ഞു. ഇല്ല. അപ്പോൾ ഒരു സംശയം. കാരണം നമ്മളോട് നേരിട്ട് വീട്ടിൽ പോവാണ് അല്ലെങ്കിൽ റൂമിൽ പോവാണെന്ന് പറഞ്ഞതിന് ശേഷം അവൾ റൂട്ട് മാറ്റി. അപ്പോൾ എന്നിട്ട് ഈ ചാനലിലോ ആരോ ഇവിടെ പറയുന്നത് കേട്ടതാണ് അവൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് ട്രാക്കിലൂടെ പോയത്. അപ്പോൾ ആ സമയത്ത് അപ്പോൾ നമ്മൾ മൊബൈൽ ഫോണൊക്കെ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഒക്കെ പരിശോധിച്ച് എന്തെങ്കിലും അബ്നോർമലായിട്ട് സംഭവിച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു പരാതിയായിട്ട് ഇപ്പോൾ കൊടുക്കാൻ പോവാണ്. ഇല്ല, ഇപ്പം കാരണം ഇപ്പം തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ 2 വർഷം ആയിട്ടില്ല. 1 വർഷം കഴിഞ്ഞ് 3 മാസമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്നൊരു ഇത് വേണ്ടെന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കല്യാണത്തെ പറ്റി ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ചെറിയച്ഛൻ അവർ ജോധ്പൂരിലൊരു ട്രെയിനിങ്ങിന് പോയിരുന്നു. ആ സമയത്ത് അവിടെ ഒരു കുട്ടിയായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നു എന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. അതാണ് ആ സമയത്ത് ഫോൺ വരികയും സംസാരിച്ചുകൊണ്ട് ട്രാക്കിലൂടെ പോകണമെങ്കിൽ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ മെയിനായിട്ട് ആവശ്യപ്പെടുന്നത്. കാരണം നമുക്ക് വേറെ പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും, കാരണം അവൾ അവിടെ താമസിക്കുന്ന നമ്മളിവിടെ ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ അല്ലേ കാണുന്നുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് കാരണം ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ അവൾ വരുന്ന സമയമൊക്കെ വിളിച്ചില്ലെങ്കിൽ തന്നെ ഹോസ്റ്റലിലെ മാഡം വിളിച്ചു പറയായിരുന്നു. കുഴപ്പമൊന്നുമില്ല. അവളെ കൊണ്ട് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. യാതൊരു കുഴപ്പവും ഇല്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പിന്നെ അവള് ഇത് പെട്ടെന്നൊന്നും അങ്ങനെ കിട്ടുന്നതല്ലല്ലോ. ഇത് പാലയിലും തിരുവനന്തപുരത്തും ഒക്കെ ട്രെയിനിങ്ങിന് പോയിട്ട് തന്നെയാണ് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ഇത് കിട്ടിയത്. അപ്പോൾ ഒരുപാട് പേര് എഴുതുമ്പോൾ 10-120 പേർക്ക് കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.